തൃശ്ശൂരാണ്. തൃശ്ശൂർ പൂരത്തിനടക്കം മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് അതിന്റെ ശോഭ കെടുത്തുന്ന രീതിയിൽ ഒരു അപകട വാർത്ത വരുന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ രാവിലത്തെ ദൃശ്യങ്ങളാണ്. വെടിക്കെട്ട് പുരയിൽ എന്തൊക്കെയാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന അടക്കം ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇതാണ് ഈ ദൃശ്യമൊക്കെ രാവിലെ നമ്മളുടെ ക്യാമറ ക്രൂ റിപ്പോർട്ടർ പോയി ഷൂട്ട് ചെയ്തെടുത്ത ദൃശ്യമാണ്. അവിടെ എങ്ങനെയാണ് ഒരുക്കങ്ങൾ എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടി പോയി എടുത്തതാണ്. ഇതൊക്കെ തൊഴിലാളികളാണ്. നേരത്തെ ഒരു സ്ത്രീ തൊഴിലാളിയെയും നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു പക്ഷേ ഈ പരുക്ക് പറ്റിയവരിലൊക്കെ സ്ത്രീകളും ഉണ്ടോ എന്നൊക്കെയുള്ള സംശയമാണ്. നേരത്തെ നമ്മൾ കണ്ട ഒരു ദൃശ്യത്തിലൊരു ഇവർ തന്നെയാണോ ഇപ്പോഴും സമയത്ത് ഉണ്ടായിരുന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും രാവിലെ ഒന്നും നനച്ചിരിക്കാതെ വളരെ സന്തോഷത്തോടെ വെടിക്കെട്ട് വർണ്ണാഭമാക്കാൻ അതിൻ്റെ ഏറ്റവും മികച്ച അനുഭവം ഈ പറഞ്ഞ വിശ്വാസികൾക്കും കാഴ്ചക്കാർക്കുമൊക്കെ പ്രദാനം ചെയ്യാൻ വേണ്ടി രാപ്പകലില്ലാതെ ജോലി ചെയ്ത, അല്ലെങ്കിൽ ആ ജോലി തുടർന്നു കൊണ്ടിരുന്ന ഒരുപാട് മനുഷ്യർ, ഇന്ന് 40-40 മനുഷ്യർ അവിടെ ജോലിക്കുണ്ടായിരുന്നു. ആ മനുഷ്യരാണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്ന, ആ മനുഷ്യരാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന, ആ മനുഷ്യർക്കാണ് ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. നമ്മൾ കണ്ടത് രാവിലത്തെ ദൃശ്യങ്ങളാണ്. എങ്ങനെയാണ് അവർ ഈ വെടിപ്പുരയിൽ ഈ പറഞ്ഞതുപോലെ പടക്കങ്ങൾ മടക്കം നിർമ്മിക്കുന്നത്, ഇതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന അടക്കം നമ്മൾ കണ്ടതാണ് രാവിലത്തെ ദൃശ്യങ്ങൾ. അതായത് ഈ മനുഷ്യരൊക്കെ ഉച്ചയ്ക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. രാവിലെ നമ്മൾ കണ്ട മനുഷ്യർ, നമ്മൾ കണ്ട ഇടമാണ് ഇപ്പോൾ ഇന്നിങ്ങനെ തീ പടർന്ന് പുകപടലത്തോടു കൂടി നമ്മളെ വേദനിപ്പിക്കുന്ന കാഴ്ചയായി മരണസംഖ്യ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം അതിന്റെ പരമാവധിയിൽ നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ ഒരു ഭാഗത്ത് കാണുന്നത് പോലെ ദൂരെ നിന്ന് വാട്ടർ സ്പ്രേ മാത്രമാണ് നിലവിൽ നടക്കുന്നുള്ളൂ. കാരണം ഈ പറഞ്ഞ ഇടത്തേക്ക് എത്തണമെങ്കിൽ തീ പൂർണ്ണമായും അണച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സന്നാഹത്തിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ട് ആളുകളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. നിലവിൽ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് ഫയർഫോഴ്സിന്റെ രക്ഷാപ്രവർത്തനത്തെ അങ്ങേറ്റം ദുഷ്കരമായി ബാധിക്കുന്നുണ്ട്. ആ പ്രതിസന്ധി തരണം ചെയ്യാൻ ഇപ്പോഴും ഡിസ്റ്റൻസ് വിട്ടുകൊണ്ട്, ഒരു ദൂരം വിട്ടുകൊണ്ട് പരമാവധി വേഗത്തിൽ വെള്ളം ചീറ്റുന്നുണ്ട്, വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്ര നേരം പരിപൂർണമായി അങ്ങനെ തന്നെ തുടർന്നാൽ മാത്രമാണ് അതിൻ്റെ അകത്തേക്ക് കയറുക എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നില്ല. കാരണം തുടർ സ്ഫോടനം വലിയ പ്രതിസന്ധിയാണ്. എത്രത്തോളം പൈലിത പടക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പലയിടങ്ങളിൽ നേരത്തെ സീത്ത് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഒറ്റ സ്ഥലത്ത് കൂട്ടമായി പടക്കങ്ങൾ വെച്ചതല്ല. ഒരു പ്രധാന ഏരിയയിൽ 2-3 പടക്ക നിർമ്മാണശാലകൾ ചെറുതായി, ചിലപ്പോൾ ഷെഡൊക്കെ കെട്ടിയ രീതിയിൽ 2-3 കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കാം. എല്ലാം അടുത്തടുത്തായിരിക്കും. ഏതോ ഒരു സ്ഥലത്ത് ഉണ്ടായ സ്ഫോടനം സ്വാഭാവികമായി പടക്കമായതുകൊണ്ട് മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിച്ച ആ ഇടത്തം മുഴുവനായി ഒരു സ്ഫോടനം ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഏരിയ ആണെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഏരിയയിലേക്ക് ആക്സസ് ചെയ്യാൻ, ആ ഏരിയയിലേക്ക് പ്രവേശിക്കാൻ പരമാവധിയിൽ ശ്രമിക്കുകയാണ് ഫയർഫോഴ്സും പോലീസും അടക്കമുള്ള രക്ഷാപ്രവർത്തകർ.